അങ്ങനെ 5 ദിവസത്തെ ഒഴിവിന് ശേഷം വീണ്ടും കാശിക്കുട്ടനെ അംഗനവാടിയിൽ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിയാട്ടോ. വെച്ചോണ്ട് പോയ തൊപ്പി കയ്യോടെ ഞാൻ തിരികെ കൊണ്ടുപോന്നു. അല്ലെങ്കിൽ വിളിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കാൻ ഞാൻ തന്നെ വിട്ടുപോകും. അമ്മ ധൃതിക്ക് ജോലിക്ക് പോയതുകൊണ്ട് തന്നെ ടോബി അയച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവനെ മോചിതനാക്കിയിട്ടുണ്ട്. വീട്ടിലെത്തി കുറച്ച് നേരം വിശ്രമിച്ചു. 10 മണിയായിട്ടുള്ളൂവെങ്കിലും ഒടുക്കത്തെ വെയിലാണ് കേട്ടോ പുറത്ത്. ഡ്രസ്സൊക്കെ മാറി നേരെ കിച്ചണിലേക്ക്. ഉച്ചത്തേക്ക് കറി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മത്തിക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഈ കുഞ്ഞും മത്തിക്കൊരു പ്രത്യേക രുചി തന്നെയാണല്ലേ. പക്ഷേ എനിക്ക് കറിയേക്കാൾ ഇഷ്ടം വറുത്തതാണ് കേട്ടോ. അങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് മത്തി വറുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതിനെ മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചു. മസാല ഒന്ന് പിടിക്കുന്ന സമയം കുറച്ച് പാത്രങ്ങൾ കഴുകാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് മത്തി വറുക്കാൻ വെച്ചു കേട്ടോ. നല്ലപോലെ മൊരിയിച്ചെടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. കണ്ണഞ്ചെണ്ണ് നേരെ തിരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് മൊരിയിച്ചും കുറച്ച് പകുതി മൊരിയിച്ചും എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ചോറും മത്തിക്കറിയും വറുത്തതും കൂട്ടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാച്ചുവിനെ വിളിക്കാൻ പോയിട്ടോ. അങ്ങനെ ഞാനും കാച്ചുവും വീട്ടിലേക്ക് നടക്കുവാണേ. ടാറ്റാ.